ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് പറയുന്നത് സിംഗർ, സ്റ്റാർട്ട്, ഫാഷൻ മേക്കർ, ടേബിൾ ടോപ്പ് എന്നീ സിംഗർ കമ്പനി മാത്രമല്ല എല്ലാ കമ്പനിയിലും ഇതുപോലത്തെ മെഷീനിൻ്റെ ഉള്ളിലും ത്രെഡ് കയറിക്കഴിഞ്ഞാൽ, ഷട്ടലിനുള്ളിൽ ത്രെഡ് കയറിക്കഴിഞ്ഞാൽ അത് സ്റ്റെക്കാവുന്ന പല രീതിയിൽ സ്റ്റെക്കാവും. കുറേ കാലം എടുക്കാതെ വെച്ചിരുന്നാലും സ്റ്റെക്കാകാൻ സാധ്യത ഉണ്ട്. എന്നാലും ഭൂരിപക്ഷം വരുന്നതും ഷട്ടലിനുള്ളിൽ ത്രെഡ് കയറി കഴിഞ്ഞാലാണ് സ്റ്റെക്കാകുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നീഡിൽ താന്നിരുന്നിട്ട് നമ്മൾ എന്തെങ്കിലും തയ്ച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ നീഡിൽ താന്നിട്ടാണെങ്കിൽ പോലും കുടുങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതി നിൽക്കും. അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ രണ്ട് ബ്ലാക്ക് സ്റ്റോപ്പർ ഉണ്ടല്ലോ, അത് ഊരുക. അത് രണ്ടും ഈ സൈഡിലോട്ടും ആ സൈഡിലോട്ടും പ്രസ് ചെയ്താൽ നമ്മളെ ഷട്ടിൽ സ്റ്റോപ്പർ ആദ്യം പോരും. അതാണ് ഷട്ടിൽ സ്റ്റോപ്പർ. അത് പോന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഷട്ടിലാണ് ഊരിയെടുക്കുക. ചിലപ്പോൾ നമുക്ക് ബോബിന് ഊരിയെടുക്കാൻ പറ്റില്ല എന്ന് വരും. അപ്പോൾ നമുക്ക് ഇതുപോലെ ഊരിയെടുത്തിട്ട് സാധാ ബോബിൻ കേസ് ഊരുന്ന പോലെ നമ്മളിങ്ങോട്ട് ഊരിയെടുത്ത് രണ്ടാക്കി എടുക്കുക. അത് കഴിഞ്ഞാൽ ഈ ഷട്ടലിനെ നിർത്തുന്നതാണ് ഷട്ടൽ ഡ്രൈവർ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലിരിക്കുന്നത്. അതിങ്ങനെ കറക്കുക. നമുക്ക് വീല് കറങ്ങുമ്പോൾ അതിങ്ങനെ കറക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ ക്ലീൻ ചെയ്യുക നമ്മൾ. അപ്പോൾ നമ്മൾ ഫ്രണ്ടിലോട്ട് കറക്കിയാൽ ഷട്ടിൽ ഡ്രൈവ് ഇങ്ങനെ കറങ്ങിയിട്ട് ഇവിടെ പോയി സി പോലെ ഇങ്ങനെ നിൽക്കും. സി പോലെ നിന്ന് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ക്ലീൻ ചെയ്യണം കേട്ടോ. നമ്മൾ എന്നിട്ട് 2 തുള്ളിയും ഓയിൽ കൊടുക്കണം. ആ 2 സൈഡിലായിട്ട് ഓയിൽ കൊടുത്തിട്ട് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഷട്ടിൽ കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിൽക്കുക. പറ്റാത്തവർക്കാണ് ഇങ്ങനെ വെക്കാൻ ബുദ്ധിമുട്ടുള്ളവർ മെഷീൻ ഇങ്ങനെ ചെരിച്ച് ടേബിളിൻ്റെ മുകളിലോ ഇങ്ങനെ ചെരിച്ചിട്ട് വെക്കുക. കിടത്തിയിട്ട് വെച്ചിട്ട് ഞാനിപ്പോൾ കാണിച്ചു തരാം. കിടത്തിയിട്ട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് അതിൻ്റെ ഉള്ളിലോട്ട് ഷട്ടിൽ വെക്കാൻ പറ്റും. ഇങ്ങനെ കിടത്തി വെച്ചിട്ട് വീഡിയോ ലെങ്ത്ത് കൂടും എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്ര രീതിയിൽ ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ആ ഡ്രൈവ് കണ്ടോ, ഷട്ടിൽ ഡ്രൈവ്, അത് കറക്റ്റായിട്ട് സി ടൈപ്പിൽ വെച്ചിട്ട് ഷട്ടിൽ നമ്മൾ കറക്റ്റായിട്ട് അവിടെ അങ്ങ് പതുക്കെ വെച്ചാൽ കൊടുത്താൽ മതി. ആ ക്യാപ്പിൽ അങ്ങ് നിന്നോളും. ഇന്ന് കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, സ്റ്റോപ്പർ വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഇപ്പം ഞാൻ കൈകൊണ്ട് തൊട്ട് കാണിക്കുന്നുണ്ട്, അവിടെ ഒരു ചെത്തിയ ഭാഗം ഉണ്ടാവും, ഒരു യു ടൈപ്പ് ഒരു കുഴിയായ ഭാഗം. അവിടെ നമ്മൾ സ്റ്റോപ്പറിന്മേൽ ഉള്ള ഒരു ബോളുള്ള ഭാഗമുണ്ട് കണ്ടോ, ആ ഭാഗം നമ്മൾ കറക്റ്റായിട്ട് ആ കുഴിയിൽ ഇറങ്ങിയിരിക്കണം. ഞാൻ വെക്കാൻ നോക്കുള്ളൂ. ഫ്രണ്ട് കറക്റ്റായിട്ട് വെച്ചിട്ട് ബ്ലാക്ക് ഉണ്ടാക്കും. കുഴിയിൽ ഇറങ്ങി കറക്റ്റ് ഓക്കെ ആക്കി ബ്ലാക്ക് സ്റ്റോപ്പർ നമ്മൾ കയറ്റിയിടുന്നു രണ്ടും. എന്നിട്ട് നമ്മൾ മെഷീന് ആക്സിലേറ്റർ ചവിട്ടി നോക്കരുത്, നമ്മൾ കൈകൊണ്ട് ചുറ്റി നോക്കണം. എന്താ വെച്ചാൽ ചവിട്ടി നോക്കി കഴിഞ്ഞാൽ അവിടെ പോയി തെറ്റാണെന്നുണ്ടെങ്കിൽ അവിടെ പോയി ഇടിച്ചിട്ട് നീഡിലൊടിയാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് കൈകൊണ്ട് ചുറ്റി നോക്കി എവിടെയെങ്കിലും തട്ടുന്നുണ്ടോ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ നമുക്ക് ഒന്നും കൂടി അയച്ചിട്ട് വീണ്ടും ഇടാം. അപ്പോൾ അത് കറക്റ്റായിട്ട് ചെയ്യുക എല്ലാവരും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കുറേ ആൾക്കാർ വീഡിയോ കാണുന്നുണ്ട് പക്ഷേ ആരും ലൈക്കും ചെയ്യുന്നില്ല, സബ്സ്ക്രൈബും ചെയ്യുന്നില്ല. താങ്ക് യു.